ദ സ്റ്റോറി ഓഫ് വോൾഫ് ജോൺ. പണ്ട് ഫ്രാൻസിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഏകദേശം 7 വയസ്സിനടുത്ത് പ്രായമുള്ള ജോൺ എന്നു പേരായ ഒരു കുട്ടി ജീവിച്ചിരുന്നു. ഒരു അനാഥനായ അവൻ ദരിദ്രനും ദുഃഖിതനും ആയിരുന്നു. പണ്ട് കൊച്ചു ജോണിൻ്റെ അപ്പനും അമ്മയും ജീവിച്ചിരുന്നപ്പോൾ അവൻ വളരെ സന്തോഷവാനായിരുന്നു എന്ന ചെറിയൊരോർമ്മ അവനുണ്ട്. പക്ഷേ അവന് 4 വയസ്സുള്ളപ്പോൾ അവർ രണ്ടുപേരും കോളറ ബാധിച്ച് മരണമടഞ്ഞതോടെ അവൻ ഒരു അനാഥനായി. കടുംപിടുത്തക്കാരിയും പിശുക്കിയുമായിരുന്ന അവൻ്റെ ഒരു അമ്മായിയോടൊപ്പമാണ് അവൻ്റെ ജീവിതം ഇപ്പോൾ. എന്നാൽ നാളിതുവരെ അവനെ ഒന്ന് തലോടുകയോ അവനോട് ഒരു സ്നേഹവാക്ക് പറയുകയോ അവൾ ഇതേവരെ ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, അവന് കൊടുക്കേണ്ടി വരുന്ന ഭക്ഷണത്തിൻ്റെ ചിലവിനെപ്പറ്റി അവൾ ദിവസവും മുറുമുറുക്കാറും ഉണ്ട്. അവനോട് ഇത്രമാത്രം ക്രൂരമായി പെരുമാറുമെങ്കിലും കൊച്ചു ജോണിന് അവൻ്റെ അമ്മായിയെ വളരെ സ്നേഹമായിരുന്നു. അത് അവളോട് പറയണമെന്നും അവളെ സ്വന്തം അമ്മയെ എന്നതുപോലെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കണമെന്നും അവന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അമ്മായി ദേഷ്യപ്പെടുമോ, നല്ല തല്ല് തരുമോ എന്നൊക്കെയുള്ള ഭയം കാരണം അവൻ അക്കാര്യം അവളോട് പറഞ്ഞതേയില്ല. അവൻ്റെ അമ്മായി ഒരു പണക്കാരിയാണെന്നും അവരുടെ കൈവശം പൂത്ത പണമുണ്ടെന്നും നാട്ടുകാർക്ക് അറിയാമായിരുന്നു. കൊച്ചു ജോണിനെ പള്ളിവക സ്കൂളിൽ അയച്ചാൽ നാട്ടുകാർ എന്തു പറയും എന്ന ഭയം മൂലം അവൻ്റെ അമ്മായി അവനെ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് അയച്ചത്. അധികവും സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ആ സ്കൂളിൽ പഠിച്ചിരുന്നത്. കൊച്ചു ജോണിന് സ്കൂളിൽ പോകുവാൻ വളരെ പഴയ കീറിപ്പറിഞ്ഞു തുടങ്ങിയ വസ്ത്രങ്ങളും സ്കൂൾ ബാഗും ഒക്കെയേ ഉണ്ടായിരുന്നുള്ളൂ. നന്നായി വസ്ത്രം ധരിച്ചെത്തുന്ന കുട്ടികൾക്ക് ഒരു പരിഹാസപാത്രമായിരുന്നു കൊച്ചു ജോൺ. മറ്റ് കുട്ടികൾക്കൊക്കെ നല്ല തുകൽ ഷൂ ഉണ്ടായിരുന്നപ്പോൾ കൊച്ചു ജോണിന് വില കുറഞ്ഞ ഒരു ജോഡി തടിച്ചെരുപ്പുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവൻ്റെ അമ്മായിയുടെ തലയണയ്ക്കടിയിൽ ഒരു കൊച്ചു സഞ്ചിയിൽ നിറയെ സ്വർണ്ണ നാണയങ്ങൾ സമ്പാദ്യമായി ഉണ്ടായിരുന്നെങ്കിലും ഒരു ചില്ലി പൈസ പോലും അവൾ തനിക്ക് വേണ്ടിയോ കൊച്ചു ജോണിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ചിലവഴിക്കുകയില്ലായിരുന്നു. സ്കൂളിലെ മറ്റു കുട്ടികൾ അവനോട് കൂട്ടുകൂടുവാനോ അവനോടൊപ്പം കളിക്കുവാനോ തയ്യാറല്ലായിരുന്നു. സ്കൂളിൽ എന്തെങ്കിലും മോശമായി സംഭവിക്കുകയോ മറ്റോ ചെയ്താൽ അവർ എല്ലാം കൂടി കൊച്ചു ജോണിൻ്റെ മേൽ കുറ്റം ചുമത്തുമായിരുന്നു. പലപ്പോഴും മറ്റു കുട്ടികളുടെ പരിഹാസം കാരണം അവൻ സ്കൂളിലെ ഏതെങ്കിലും മൂലയിൽ പോയിരുന്ന് കരയുമായിരുന്നു. മഞ്ഞുകാലം തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ മോശമായത്. മറ്റു കുട്ടികൾക്ക് നല്ല ഷൂകളും കമ്പിളികൊണ്ടുള്ള കോട്ടുകളും കമ്പിളി തൊപ്പികളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പാവൻ ജോൺ സ്കൂളിലേക്ക് വന്നിരുന്നത് കനം കുറഞ്ഞ ഒരു കോട്ടും തുളകൾ വീണ സോക്സും ഒരു തടിച്ചെരുപ്പും ധരിച്ച് തണുത്ത് വിറച്ചുകൊണ്ടായിരുന്നു. തണുത്തു മരവിച്ച കൈകളുടെയും കാലുകളുടെയും വേദന കാരണം കൂട്ടുകാരുടെ കളിയാക്കലുകളൊന്നും ജോൺ ശ്രദ്ധിക്കാറേയില്ലായിരുന്നു. മഞ്ഞുകാലത്ത് ജോണിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ക്രിസ്മസ് ദിനങ്ങൾ. കാരണം അന്ന് അവന് നല്ല ഭക്ഷണം ലഭിക്കുന്ന ഒരു ദിവസമായിരുന്നു. ക്രിസ്തുമസിന് തലേന്ന് അടുത്തുള്ള പള്ളിയിൽ സ്കൂളിലെ കുട്ടികൾക്കായി പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ട്. അത് കഴിഞ്ഞാണ് അവർ വീട്ടിലേക്ക് പോകുന്നത്. സ്കൂൾ മാസ്റ്റർ അവരെ ഈ 2 പേരുള്ള നിരകളായി നിർത്തി പള്ളിയിലേക്ക് മാർച്ച് ചെയ്യിച്ചു. പള്ളിയിലേക്കുള്ള യാത്രയ്ക്കിടയിലും പള്ളിയിൽ ചെന്നതിന് ശേഷവും കുട്ടികൾ അവരുടെ വീട്ടിലെ ക്രിസ്മസ് ഒരുക്കങ്ങളെപ്പറ്റി കുശുകുശുത്തുകൊണ്ടിരുന്നു. ഒരുത്തൻ അവൻ്റെ വീട്ടിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കൂറ്റൻ ടർക്കിക്കോഴിയെപ്പറ്റി പറഞ്ഞപ്പോൾ വേറൊരുവൻ അവൻ്റെ വീട്ടിലെ സ്വീകരണ മുറിയിൽ ഒരുക്കിയിരിക്കുന്ന തിളക്കമാർന്ന ക്രിസ്മസ് ട്രീയെപ്പറ്റിയും മറ്റു കുട്ടികളിൽ പലരും തങ്ങൾക്ക് മിഠായികളും പലഹാരങ്ങളും കളിപ്പാട്ടങ്ങളും പുതിയ വസ്ത്രങ്ങളും ഒക്കെയായി ക്രിസ്മസ് പുലരിയിൽ ലഭിച്ചേക്കാവുന്ന സമ്മാനങ്ങളെക്കുറിച്ചും ആണ് സംസാരിച്ചത്. തിരികൾ തെളിച്ച് പ്രകാശമാനമായ പള്ളിക്കുള്ളം
സംഗീത സാന്ദ്രമായിരുന്നു. എന്തിനേക്കാളും ഉപരി പള്ളിക്കുള്ളിലെ സുഖകരമായ ചൂടാണ് കൊച്ചു ജോണിന് ഇഷ്ടപ്പെട്ടത്. കൂട്ടുകാരുടെ സംസാരമൊക്കെ കേട്ട ജോണിക്കുട്ടിക്ക് അറിയാമായിരുന്നു ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ പിശുക്കിയായ അമ്മായി തനിക്ക് അത്താഴം പോലും തരാതെ ഉറങ്ങാൻ അയക്കുമെന്ന്. എന്നാലും ഈ വർഷം മുഴുവനും താൻ നല്ല മിടുക്കനായി എല്ലാവരെയും അനുസരിച്ച് നല്ല കുട്ടിയായി കഴിഞ്ഞതുകൊണ്ട് സാന്താക്ലോസ് എന്തെങ്കിലും സമ്മാനങ്ങൾ തരുമായിരിക്കും, കൊച്ചു ജോണി ചിന്തിച്ചു. ഏതായാലും വീട്ടിലെത്തിയാൽ ഉടനെ തൻ്റെ തടിഷു വൃത്തിയാക്കി ചിമ്മിനിയുടെ അടുത്ത് വച്ചിട്ട് വേണം അന്ന് ഉറങ്ങുവാൻ പോകുവാൻ അവൻ തീരുമാനിച്ചു. പാതിരാ കുർബാന കഴിഞ്ഞ് കുട്ടികളെല്ലാം സ്കൂൾ മാസ്റ്ററുടെ നിർദ്ദേശപ്രകാരം നിരനിരയായി പള്ളിയിൽ നിന്നും പുറത്തു വന്നു. പള്ളിക്ക് പുറത്ത് പോർച്ചിൽ ഒരു തൂണിൻ്റെ നിഴലിൽ ഒരു സിമൻറ്റ് ബെഞ്ചിൽ ഒരു ചെറിയ കുട്ടി ഉറങ്ങിക്കിടക്കുന്നു. തൂവെള്ള വസ്ത്രങ്ങൾ ധരിച്ച കുട്ടിയുടെ കാലിൽ സോക്സുകളോ ചെരുപ്പുകളോ ഇല്ലായിരുന്നു. അതിൻ്റെ കാലുകൾ പുറത്തെ തണുപ്പ് മൂലം ഐസ് പോലെ തണുത്തിരിക്കുന്നു. അവൻ്റെ പുതിയ വൃത്തിയുള്ള വസ്ത്രങ്ങൾ കണ്ടാലേ അറിയാം അവൻ ഭിക്ഷയെടുത്ത് അലഞ്ഞു നടക്കുന്ന നാടോടിക്കൂട്ടങ്ങളിൽപ്പെട്ടതല്ല എന്ന്. അവൻ കിടക്കുന്നതിന് അടുത്ത് നിലത്ത് ഒരു തുണി സഞ്ചിയിൽ ആശാരിമാരുടെ പണിയായുധങ്ങളും ഉണ്ടായിരുന്നു. ആകാശത്ത് തെളിഞ്ഞു നിന്ന നക്ഷത്രങ്ങളുടെ പ്രകാശത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ചുരുളൻ മുടിയിഴകൾ ഒരു കിരീടത്തിൻ്റെ അലുക്കുകൾ പോലെ അതിരിടുന്ന ആ ശാന്തമായ കൊച്ചുമുഖത്ത് ദൈവികമായ ഒരു പ്രകാശം ഒളിയിടുന്നുണ്ടായിരുന്നു. പക്ഷേ ഡിസംബർ രാത്രിയിലെ ക്രൂരമായ തണുപ്പ് മൂലം നീലനിറം വീണു തുടങ്ങിയ അവൻ്റെ പാദങ്ങൾ കണ്ടാൽ ആർക്കും സഹതാപം തോന്നും. പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ ആ നഗരത്തിലെ ഉന്നതന്മാരുടെയും പണക്കാരുടെയും മക്കളായിരുന്നു. അവരിൽ പലരും ബെഞ്ചിൽ കിടന്നുറങ്ങുന്ന കുട്ടിയെ കണ്ടെങ്കിലും കാണാത്ത മട്ടിൽ പോവുകയോ ചെരുപ്പ് ധരിക്കാത്ത അവൻ്റെ കാലുകളെ പരിഹസിച്ചു ചിരിച്ചുകൊണ്ട് കടന്നു പോവുകയോ ചെയ്തു. കൊച്ചു ജോൺ ഏറ്റവും അവസാനമായാണ് പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയത്. ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ കണ്ട കൊച്ചു ജോൺ അല്പനേരം അവിടെ നിന്നു. ഈ തണുപ്പ് കാലത്ത് ഒരു സോക്സ് പോലും ഇല്ലാതെ ജീവിക്കുക എത്ര കഷ്ടമാണ് അവൻ ചിന്തിച്ചു. പാവത്തിന് ഒരു ഷൂ പോലുമില്ലല്ലോ ഉറങ്ങുമ്പോൾ അടുത്ത് വയ്ക്കുവാൻ. ഉണ്ടായിരുന്നെങ്കിൽ സാന്താക്ലോസ് വരുമ്പോൾ ഈ പാവത്തിന് എന്തെങ്കിലും സമ്മാനം, ചിലപ്പോൾ കാലിൽ ഇടാനുള്ള സോക്സ് തന്നെ സമ്മാനമായി കിട്ടിയേനെ. ഷൂവുകൾക്കുള്ളിലാണല്ലോ സാന്താക്ലോസ് സമ്മാനങ്ങൾ വച്ചിട്ട് പോകുന്നത്. എന്തെങ്കിലും ആവട്ടെ, കൊച്ചു ജോൺ അവൻ്റെ വലതുകാലിലെ ഷൂ അഴിച്ച് ഉറങ്ങുന്ന കുട്ടിക്കരികിൽ വെച്ചു. എന്നിട്ട് മഞ്ഞ് വീണ വഴികളിലൂടെ ഒറ്റക്കാലിൽ ചാടിയും ഒക്കിയും അവൻ വീട്ടിലേക്ക് തിരിച്ചു. പലപ്പോഴും ഷൂവില്ലാത്ത വലതുകാലും അവന് നിലത്ത് കുത്തേണ്ടി വന്നു. ആ കാലിലെ സോക്സ് നനഞ്ഞ് തണുപ്പ് മുകളിലേക്ക് അരിച്ചു കയറി. അവൻ്റെ അമ്മായി അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, എടാ ഗുണം പിടിക്കാത്ത തെണ്ടി, നീ നിന്റെ ഷൂ എവിടെ കൊണ്ടുപോയി കളഞ്ഞു? ദേഷ്യം കൊണ്ട് അമ്മായിയുടെ മുഖത്ത് ഉള്ള നരച്ച രോമങ്ങൾ മുള്ളൻ പന്നിയുടെ മുള്ളുപോലെ എഴുന്നു നിൽക്കുന്നത് അവൻ കണ്ടു. ഭയം തോന്നിയെങ്കിലും കള്ളം പറയുവാൻ കൊച്ചു ജോണിന് അറിയില്ലായിരുന്നു. അവൻ നടന്ന സംഭവങ്ങൾ അമ്മായിയോട് പറഞ്ഞു. അവൻ്റെ അമ്മായി അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ, കൊച്ചു മുതലാളി ചെരുപ്പ് ഏതോ തെണ്ടിക്ക് കൊടുത്തിട്ട് വന്നിരിക്കുന്നു. ഇതൊരു വലിയ സംഭവമാണല്ലോ. കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചെയ്യാം. ഇനി മിച്ചമുള്ള ഷൂ ഈ ചിമ്മിനിക്കടുത്ത് വയ്ക്കാം. നാളെ നീ ഉണരുമ്പോഴേക്കും നിന്നെ തല്ലുവാനുള്ള ചൂരൽ വടി സാന്താക്ലോസ് സമ്മാനമായി കൊണ്ടുവന്ന് തരുമായിരിക്കും. നാളെ ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. നാളെ നിനക്ക് ഭക്ഷണം ഉണക്കറൊട്ടിയും പച്ചവെള്ളവും മാത്രം. ഇനിയൊരിക്കലും നീ ഭിക്ഷക്കാർക്ക് ഷൂ അഴിച്ചു കൊടുക്കുവാൻ ഇടയാകരുത്. ഇതൊരു പാഠമാവട്ടെ. ജോണിൻ്റെ 2 കവിളുകളിലും അടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, പോയി കിടന്ന് ഉറങ്ങടാ, ബാക്കി രാവിലെ. വീടിൻ്റെ തട്ടിൻപുറത്തുള്ള അവൻ്റെ കൊച്ചുമുറിയിൽ ഏങ്ങലടിച്ച് കരഞ്ഞ് ജോൺ എപ്പോഴോ ഉറങ്ങിപ്പോയി.
രാവിലെ തണുപ്പും ചുമയും മൂലം ഉറക്കം തെളിഞ്ഞ് ജോണിൻ്റെ അമ്മായി ഒരു കാപ്പി ചൂടാക്കി കുടിക്കുവാനായി അടുക്കളയിലേക്ക് ചെന്നു. അവിടെ കണ്ട കാഴ്ച അവളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കൊച്ചു ജോണിൻ്റെ ചെരുപ്പ് വച്ചിരുന്നതിന് അടുത്ത് അവൻ ഏതോ നാടോടിക്ക് കൊടുത്തു എന്ന് കരുതിയ ചെരുപ്പ് ഇരിക്കുന്നു. 2 ചെരുപ്പുകൾക്കുള്ളിലും അടുക്കള നിറയെയും സമ്മാനപ്പൊതികളുടെ ഒരു കൂമ്പാരം, മിഠായികളും മധുരപലഹാരങ്ങളും കളിപ്പാട്ടങ്ങളും വിലയേറിയ മറ്റു പല സമ്മാനങ്ങളും. അവൾ ഉറക്കെ വിളിച്ചു, കൊച്ചു ജോണി. അമ്മായിയുടെ വിളി കേട്ട് അടുക്കളയിലേക്ക് ഓടി വന്ന ജോൺ ആ സമ്മാനങ്ങൾ കണ്ട് ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി. അവർ ശ്രദ്ധിച്ചു, പുറത്ത് വഴിയിൽ അസാധാരണമായ ആൾക്കൂട്ടവും സംസാരവും. അവർ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. വഴിയിലേക്ക് ചെന്ന് ആദ്യം കണ്ട ആളോട് തന്നെ കാര്യം അന്വേഷിച്ചു. നഗരത്തിലെ പണക്കാരായ കുട്ടികളുടെ ഷൂകൾക്കുള്ളിൽ അവരുടെ മാതാപിതാക്കൾ വച്ചിരുന്ന വിലയേറിയ സമ്മാനങ്ങളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. പകരം അവയിലെല്ലാം ഓരോ ചൂരൽ വടികളാണ് ഉള്ളതത്രേ. അത് കേട്ടപ്പോൾ ജോൺ തങ്ങളുടെ അടുക്കളയിൽ ഇരിക്കുന്ന സമ്മാനപ്പൊതികളെപ്പറ്റി ഓർത്തു. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ പള്ളിയിലെ അച്ഛൻ പരിഭ്രാന്തനായി അങ്ങോട്ട് ഓടി വന്നു. അച്ഛൻ പറഞ്ഞു, ഇന്നലെ ആ കുട്ടി ഉറങ്ങിക്കിടന്ന കൽബെച്ചിൽ അവൻ്റെ തല ഇരുന്ന ഭാഗത്ത് ഒരു സ്വർണ്ണ നിറമുള്ള കിരീടം മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് കേട്ടപ്പോൾ നഗരവാസികൾക്ക് എല്ലാം മനസ്സിലായി ആശാരിയുടെ പണിയായുധങ്ങൾ സമീപത്ത് വച്ച് ഇന്നലെ അവിടെ ഉറങ്ങിക്കിടന്നത് ആരായിരുന്നു എന്ന്. അവൻ കൊച്ചു ജോണിൻ്റെ ദാനശീലത്തിനും സത്യസന്ധതയ്ക്കും പ്രതിഫലമായി അവന് നല്ല നല്ല സമ്മാനങ്ങൾ നൽകിയെന്നും. അവരുടെ മനസ്സുകളിൽ ഈ വാക്കുകൾ മുഴങ്ങി, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം അതെനിക്കാണ് ചെയ്തത്.